തെരഞ്ഞെടുപ്പിന് ഇനി 4 നാൾ മാത്രം. പ്രചാരണ ചൂടിലാണ് കേരളം. അണികളെ ആവേശത്തിലാക്കാൻ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും കേരളത്തിലെത്തി. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടികൾ. സംസ്ഥാനത്ത് മീനമാസ ചൂടിനൊപ്പം പ്രചരണത്തിന്റെ ചൂടും ഏറുകയാണ്. പ്രചരണത്തിന് ശക്തി കൂട്ടാൻ മുതിർന്ന മുന്നണി നേതാക്കന്മാരെല്ലാം കേരളത്തിലുണ്ട്. FCRയും ദുരന്ത ഫണ്ട് തിരിമറിയും ശബരിമല സ്വർണ്ണക്കവർച്ച വിവാദവും പരസ്പരം ആരോപണങ്ങളായി ഉന്നയിച്ച് അവസാന ലാപ്പിന് ചൂട് കൂട്ടുകയാണ് നേതാക്കൾ. ശബരിമല സ്വർണ്ണക്കവർച്ച വിവാദത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണെന്നായിരുന്നു UDFന്റെ പ്രധാന ആരോപണം. എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ പ്രസംഗിച്ച പ്രധാനമന്ത്രി ഇരുമുന്നണികൾക്കും പങ്കുണ്ടെന്ന് പറയുകയും ചെയ്തു. ഒപ്പം ശബരിമലയുടെ വികസനത്തിന് ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. LDFും UDFും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വീട് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ ഉയർത്തി പ്രചരണ ചൂട് കൂട്ടുകയാണ്. കോൺഗ്രസ് ഭൂമി വാങ്ങിയതിന്റെ കണക്ക് നിരത്തിയാണ് LDF ആരോപണങ്ങളെ പ്രതിരോധിച്ചത്. LDFനും UDFനും വാക്കുകളിൽ 100 സീറ്റാണ് പ്രതീക്ഷ. കേരളം കൈവിടില്ലെന്ന് ഇരുമുന്നണികളും വിശ്വസിക്കുകയും ചെയ്യുന്നു. FCRയുടെ കാര്യത്തിൽ ഇടതുമുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ഒരുപോലെയാണ് BJPയെ ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത്. വിഷയത്തിൽ ആശങ്കകൾ വേണ്ട എന്ന് കേന്ദ്രമന്ത്രിമാർ ക്രിസ്തീയ സഭകൾക്ക് ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും വിഷയം ചൂടാക്കി നിർത്താൻ തന്നെയാണ് LDFന്റെയും UDFന്റെയും നീക്കം. സംസ്ഥാനത്തെ പര്യടനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലത്തിലെത്തി അടുത്ത 2 ദിവസം പൂർണ്ണമായും ധർമ്മടത്ത് തന്നെ മുഖ്യമന്ത്രി ചെലവിടും. അവസാനവട്ടം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രിമാരും കേരളത്തിലെത്തും. NDA മുന്നണി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയാണ് BJPയുടെ ലക്ഷ്യം. ഇതിനായി പ്രധാനമന്ത്രി ചുരുങ്ങിയ സമയത്തിനകം 2 പ്രാവശ്യം കേരളത്തിൽ വന്നുപോയി. ഈസ്റ്റർ ആഘോഷങ്ങൾ കൂടി കഴിയുന്നതോടെ പ്രചരണം ഉച്ചസ്ഥായിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.